ഗുഡ് മോർണിംഗ്. അസൂയ എന്ന ഒരു മഹാരോഗം നമ്മളിലുണ്ടോ? അസൂയാലുക്കളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? എന്താണ് അസൂയയുടെ ലക്ഷണങ്ങൾ? അസൂയ എന്ന് പറയുമ്പോൾ എൻവി, ജലസി എന്നൊക്കെ നമ്മൾ പറയും. ശരിക്കും എൻവി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ്, ഒരു വികാരമാണ് എൻവി എന്ന് പറയുന്നത്. എന്നാൽ അസൂയ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില പ്രിവിലേജുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു തോന്നലിനുണ്ടാകുന്ന വികാരമാണ്, പ്രതികരണമാണ് ജലസി എന്ന് പറയുന്നത്. അതൊരു ബെസ്റ്റ് എക്സാമ്പിള് നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആ കുഞ്ഞിലാണ് നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധ, ആ ഫുൾ സ്നേഹം ആ കുഞ്ഞിനാണ്. എന്നാൽ അടുത്തൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ മൂത്ത കുഞ്ഞ് കാണിക്കുന്ന ചില വികൃതികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറങ്ങിക്കിടക്കുന്ന രണ്ടാമത്തെ കുഞ്ഞിന്റെ ഷീറ്റ് പോയി വലിക്കും, ആ കുഞ്ഞിന്റെ കാലെ പിടിച്ച് വലിക്കും. അതിലൊക്കെ കാരണം എന്താണെന്നറിയോ? അറിയാതെ പോലും ആ കുഞ്ഞിന്റെ ഉള്ളിൽ ഉയർന്നു വന്ന ഒരു അസൂയയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ആ കുഞ്ഞിന്റെ ഉള്ളില് ഇത്രയും നാളും എനിക്ക് കിട്ടിയിരുന്ന സ്നേഹം, ആ അറ്റൻഷൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയത്തിൽ നിന്ന് ഉടലെടുത്ത ഒന്നാണ്. അടുത്തൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങള്, ചെറിയ ചെറിയ ഇഷ്യൂസ്, അതിന് പിന്നിലും ഈ ജലസി എന്ന ബാഡായി തന്നെയാണ്. അതിന് കാരണം ഇത്രയും നാളും ആ മകന്റെ സ്നേഹം ആ അമ്മയ്ക്ക് മാത്രമായിരുന്നു. എന്നാൽ താൻ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന ആ പ്രിയ സഹോദരിക്കും കൂടെ ആ സ്നേഹം പകർന്നു കൊടുക്കേണ്ടി വരുമല്ലോ, അല്ലെ അത് ഷെയർ ചെയ്യുമല്ലോ എന്നുള്ള ഭയം കൊണ്ട് ആ അമ്മയുടെ ഉള്ളിൽ വരുന്ന ഒരു വികാരമാണ് ജലസി. അപ്പോഴാണ് ആ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ആ സഹോദരി ചെയ്തത് ശരിയായില്ല, തൂത്തത് ശരിയായില്ല, കറി വെച്ചത് ശരിയായില്ല, പല പല കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഈ മകനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? തനിക്ക് കിട്ടേണ്ടതായ പ്രിവിലേജ് അല്ലെങ്കിൽ തനിക്കുണ്ടായിരുന്ന അധികാരങ്ങൾ ഇനി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഭീതിയിൽ നിന്ന്, ആ ഭയത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. അടുത്തതായിട്ട് നമുക്ക് കാണാം പ്രൊഫഷണൽ ജലസി. അതിനുദാഹരണം, ഞാനൊരു കമ്പനിയിൽ സീനിയറായിട്ട് വർക്ക് ചെയ്യാണ്. അവിടേക്ക് ഒരു പുതിയ സ്റ്റാഫ് വരുന്നു. ആ സ്റ്റാഫ് എന്നേക്കാൾ ക്വാളിഫൈഡ് ആണ്, എന്നേക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ അവർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകുക, ഇങ്ങനെ ഇവൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്നേക്കാൾ മുമ്പിൽ പ്രൊമോഷൻ കിട്ടും, എന്നേക്കാൾ അടുത്ത പൊസിഷനിലേക്ക് ഇവൾ പോകുമോ എന്നുള്ള ആ തോന്നൽ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മാനേജറോട് അല്ലെങ്കിൽ എൻ്റെ സീനിയേഴ്സിനോട് പോയി ഈ ആളുടെ കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങും. അവരുടെ മുമ്പില് ഇയാളെ ഞാൻ കുറ്റക്കാരിയാക്കും. ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മിക്കവാറും കാണുന്ന സംഭവങ്ങളല്ലേ. എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ഈ ജലസി എന്ന ഈ തെറ്റായ വികാരമാണ്. അപ്പൊ നമുക്ക് ഈ ജലസി അല്ലെങ്കിൽ അസൂയുള്ളവരുടെ ലക്ഷണങ്ങളൊന്ന് നോക്കിയാലോ. നമ്മളെത്രയും നമ്മൾ ആദ്യം ശോധന ചെയ്ത് എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ മറ്റൊരാളിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പായിട്ട്. അസൂയുള്ളവര് ഒരിക്കലും മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുകയില്ല. നമ്മൾ വിജയത്തിലെത്താൻ പരിശ്രമിക്കുമ്പോൾ അവർ അതിനെ തടയാൻ ശ്രമിക്കും. നമ്മുടെ വിജയത്തെ അവർ വളരെ ചെറുതായി കാണും. ആരെക്കൊണ്ട് ഇതെല്ലാം സാധിക്കുമല്ലോ എന്നുള്ളൊരു കമന്റ് ആയിരിക്കും അവർ പറയുന്നത്. അതിന് ഒരു കാരണം വെച്ചാൽ അവർ സെൽഫിഷ് ആണ്. എനിക്ക് കിട്ടിയില്ലല്ലോ എന്നാൽ നിനക്കും അത് വേണ്ട, അല്ലെങ്കിൽ ആരെക്കൊണ്ടും അത് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് നമ്മുടെ വിജയത്തെ അവർ ചെറുതായി കാണും. ആരും നമ്മുടെ വിജയത്തിൽ അസ്വസ്ഥരാകുന്നോ ഓർത്തുകൊള്ളുക, അവർക്ക് നമ്മളോട് അസൂയുണ്ട് എന്ന്. നമ്മൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ ചിന്തിച്ചോളുക, നമ്മുടെ ഉള്ളിൽ അസൂയുണ്ട് എന്ന്. ഇതൊരു ബാഡായിട്ടുള്ളൊരു ഇമോഷനാണ്. ഇതിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ നന്നായി പരിശ്രമിച്ചേ പറ്റും. അടുത്തതായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ഒരാളോട് പോയി അഭിപ്രായം ചോദിക്കുകയാണ്. അല്ലൊരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സിന് ചേരണം. അപ്പോൾ അവർ അതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പറയും. എന്നിട്ട് അത് അവരെ തടയിടാൻ ശ്രമിക്കും.
ഒന്നുമില്ലെങ്കിൽ അവർ നമ്മളോട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കും. അടുത്തൊരു കൂട്ടരുണ്ട്, നമുക്ക് എന്തെല്ലാം സക്സസ് ഉണ്ടായാലും അച്ചീവ്മെന്റ് കിട്ടിയാലും ഒരിക്കലും അവർ നമ്മളെ അപ്രീസിയേറ്റ് ചെയ്യുകയില്ല. കാരണം അവർ മൈൻഡ് ചെയ്യുകയില്ല. കാരണം നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കാൻ അവർക്കാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടരെ സൂക്ഷിച്ചോളുക. അടുത്തൊരു കൂട്ടരുണ്ട്, നമ്മളോടൊപ്പം നിൽക്കുന്നവരെ, അല്ലെ നമ്മുടെ നന്മയില്, നമ്മുടെ സുഖ ദുഃഖങ്ങളിൽ നമ്മളോട് കൂടെ നിൽക്കുന്നവരെ നമ്മളിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് അവർ അകറ്റിക്കളയും. അങ്ങനെയുള്ളവർക്ക് നമ്മളോട് അസൂയുണ്ട്. അടുത്തതായിട്ട്, നമ്മളോട് വന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുക. ഇങ്ങനെയുള്ളവർ തീർച്ചയായും നിങ്ങളുടെ കുറ്റം പോയി മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കും. അടുത്തതായി, നമ്മളോട് ഭയങ്കര സ്നേഹമാ, അഗാധമായ സ്നേഹമാ, എന്നിട്ട് മാറി നിന്നിട്ട് നമ്മുടെ കുറ്റങ്ങൾ അവർ പറയും. അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെയൊക്കെ ലൈഫ് മിക്കവാറും ഉണ്ടായിട്ടുണ്ടല്ലേ? അടുത്തൊരു കൂട്ടരുണ്ട്, നമ്മുടെ ചെറിയ തെറ്റുകൾ പോലും കുറ്റങ്ങൾ പോലും കണ്ടുപിടിക്കാൻ ഭയങ്കര വ്യഗ്രതയാണ് അവർക്ക്. അവർ നമ്മളെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കും. അല്ലായെങ്കിൽ ഭയങ്കര മത്സരബുദ്ധിയായിരിക്കും അവർക്ക് നമ്മളോട്. നമ്മൾക്കൊരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ല എങ്കിൽ പോലും നമ്മളെ ഫോഴ്സ് ചെയ്ത് അവർ ആ ഫീൽഡിലേക്ക് ഇറക്കും. എന്നിട്ട് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായി അവർ മത്സരിക്കും. അത് നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയല്ല അവർ നമ്മളെ ആ ഫീൽഡിലേക്ക് ഇറക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക. നമ്മളെ അവിടെ എത്രത്തോളം താഴ്ത്താമോ, എത്രത്തോളം നമ്മുടെ തോൽവിയിൽ അവർക്ക് സന്തോഷിക്കാൻ പറ്റുമോ, അതിനുവേണ്ടിയാണ് അവർ അത് ചെയ്യുന്നത്. അടുത്തൊരു കൂട്ടരുണ്ട്, നമ്മുടെ താഴ്ചകളിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കും. നമുക്കൊരു വിജയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു അച്ചീവ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ അവർ നൈസായിട്ട് നമ്മളിൽ നിന്ന് മാറിപ്പോകും. കാരണം നമ്മുടെ സന്തോഷത്തിൽ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് അസൂയക്കാരുടെ ലക്ഷണങ്ങളെന്ന്. നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുക, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. നമ്മളിൽ ഈ സ്വഭാവങ്ങളുണ്ടോ എങ്കിൽ അത് മാറ്റുവാൻ ശ്രമിക്കുക. അസൂയാലുക്കളായിട്ട് ആളുകളെ നമ്മൾ മാറ്റി നിർത്തുക. എന്നാൽ അവരുമായി നമ്മൾ ഒരിക്കലും മത്സരിക്കാൻ പോകരുത്. അവരോടൊക്കെയും സ്നേഹമായിട്ട് നിൽക്കുക. എന്നാൽ ഒരു ബൗണ്ടറി നമ്മളവിടെ കീപ്പ് ചെയ്യണം. കാരണം ഇവർ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നാൽ ഇവർ പരാജയത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് അവരിൽ നിന്നും അകന്നു നിൽക്കുവാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ജലസി നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? എന്തുകൊണ്ടാണ് നമുക്ക് ജലസി ഉണ്ടാകുന്നത്? അത് നമ്മുടെ ഒരു സെൽഫിഷ് മൈൻഡ് കൊണ്ടല്ലേ? എനിക്ക് മാത്രമേ എല്ലാം ആകാവൂ എന്നുള്ളൊരു ചിന്ത കൊണ്ടല്ലേ ഈ ജലസി ഉണ്ടാകുന്നത്. നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തില്, മറ്റുള്ളവരുടെ വിജയത്തില് സന്തോഷിക്കുവാൻ പരിശീലിക്കുക. മറ്റുള്ളവരെ ബ്ലെസ് ചെയ്യുവാൻ നമ്മൾ പഠിക്കുക. ഓർത്താൽ മതി, ഈ ലോകത്തില് നമ്മൾ ഒന്നും കൊണ്ടല്ല വന്നത്, ഒന്നും കൊണ്ടുമല്ല പോകുന്നത്. പിന്നെ എന്തിന് ഒരു വാക്കുകൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു? നമുക്കതിന് രാവിലെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അതിനാണ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. എല്ലാ ജീവജാലങ്ങളെയും ബ്ലെസ് ചെയ്യുക. നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുമ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജി, ഈ ബാഡായി നമ്മളിൽ നിന്ന് ഗ്രാജുവലി മാറിപ്പോകും. പിന്നെ നമുക്ക് ആരെയും കാണുമ്പോൾ ആരോട് നമുക്ക് അസൂയ തോന്നുകയില്ല. എന്നാൽ അവരുടെ സന്തോഷത്തിൽ നമ്മൾക്ക് സന്തോഷിക്കാൻ കഴിയണം. അതിനാണ് നമ്മളൊരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. ഈ ദിവസങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്യുവാൻ ശ്രമിച്ചു നോക്കാം. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട്. അസൂയാലുക്കളായ ആളുകളെ നമുക്ക് മാറ്റാൻ കഴിയുകയില്ല, എന്നാൽ നമ്മൾക്ക് മാറാൻ സാധിക്കും. നമ്മൾ തന്നെ ഒരു ബെറ്റർ വേർഷനെ നമ്മൾ മെനഞ്ഞെടുക്കുക. അത് ചിട്ടയായിട്ടുള്ള പരിശീലനം കൊണ്ട് നമുക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കാണുന്നവരെയും നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങൾ സേഫായി സന്തോഷത്തോടെ ആയിരിക്കുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. ബൈ.